പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും ശയിക്കുന്ന കൈരളിയുടെ പിറന്നാൾ നവംബർ 1. അവർണ്ണനീയമായ സംസ്കാര പാരമ്പര്യമുള്ള സ്വപ്നഭൂമിയാണല്ലോ നമ്മുടെ മലയാള നാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ നേർക്കാഴ്ചകളിൽ ചിലത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇതാ ഇവിടെ അവതരിപ്പിക്കുന്നു. കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്ക് താവളം കലാപര സംസ്കാര സേവാദളം. അതെ, കൈരളിയുടെ സവിശേഷതകൾ വാക്കുകൾക്കും അതീതമാണ്. എന്നിരുന്നാലും മഹത്തരമായ ചിലത് നമുക്കിന്ന് പുനസ്മരിക്കാം. 1956 നവംബർ 1 കേരള നാട് രൂപീകരിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായാണല്ലോ കേരള പിറവി ദിനമായി ആചരിക്കുന്നത്. കേരളം ലോകത്തിലെ ഏതൊരു മലയാളിക്കും അഭിമാനകരമായ ഒന്നാണ്. കടലും കായലും മലയും കൈകോർത്ത് സംരക്ഷിക്കുന്ന നമ്മുടെ പുണ്യഭൂമിയിലെ വിശേഷങ്ങളുമായി എൻ്റെ കൂട്ടുകാരി ആര്യനന്ദയിത.
പാടുകയാണ്. ശ്യാമസുന്ദര കിരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇത് ശ്യാമസുന്ദര കിരകിദാര ഭൂമി മാനവർക്കു സമത നൽകിയ മാവേലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമസുന്ദര കിരകിദാര ഭൂമി താളമേളവാദ്യനാദം സാഹിതീയാം പുകിലഗീതം വിവിധ ജാതി മതവംശജർ സഹചരേ പൊളുന്നായി നവയുഗത്തിൻ പൊൻകതിരുകൾ വിളയിച്ചിടും ഭൂമി ശ്യാമസുന്ദര കിരകിദാര ഭൂമി. നന്ദി. കേരളത്തിലെ ക്ഷേത്ര സംസ്കാരത്തിൽ വടക്കേ മലബാറിന് പ്രത്യേകമായ ഒരു മേൽവിലാസമുണ്ട്. വടക്കേ മലബാർ എന്ന് വെച്ചാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒരു പ്രത്യേകമായ മേൽവിലാസമുണ്ട്. തെക്കൻ കേരളത്തിൽ ബിംബപ്രതിഷ്ഠയും ഉത്സവങ്ങളും വെളിച്ചപ്പാടുകളും തുടങ്ങിയ ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി ഉത്തര കേരളത്തിൽ തെയ്യത്തിൻ്റെ രൂപത്തിൽ പ്രത്യേകമായ ഒരു ആരാധനാ സമ്പ്രദായമുണ്ട്. മറ്റ് ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തജനങ്ങൾക്ക് അവരുടെ ആരാധനാമൂർത്തിയെ, അവരുടെ വിശ്വസിക്കുന്ന ദൈവത്തെ തെയ്യത്തിലൂടെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കുവാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനും നേരിട്ട് സാധിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ് തെയ്യം. തെയ്യം ദൈവത്തിൻ്റെ പ്രതിരൂപമല്ല, ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപമല്ല തെയ്യം, സ്വരൂപം തന്നെയാണ്. തെയ്യത്തിൻ്റെ കോലധാരി, അതായത് ചെയ്യുന്ന കർമ്മി, വളരെയധികം അനുഷ്ഠാനത്തോടു കൂടിയും പാരമ്പര്യത്തോടു കൂടിയും ഓരോ മന്ത്രാദികളിലൂടെയും കെട്ടിയാടുന്ന ദൈവത്തെ തെയ്യത്തിലൂടെ പ്രസാദിപ്പിച്ച് ആ ദൈവത്തിന് അനുഗ്രഹത്താലാണ് അനുഗ്രഹം കൊടുക്കുന്നതും ഉറഞ്ഞാടുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ തെയ്യങ്ങളും വീട്ടിൽ നിന്നും പരിശീലിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് കതൂരിനൂറിൻ തെയ്യത്തിന്റെ പയറ്റി വീട്ടിൽ നിന്നും പഠിച്ചെടുക്കാം. പക്ഷേ തീച്ചാമുണ്ടി തെയ്യത്തിന്റെ അഗ്നിപ്രവേശം അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല. അത് വീട്ടിൽ നിന്നും പരിശീലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തെയ്യം കെട്ടുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തിയെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് ഓരോ തെയ്യക്കാരനും തീയിലേക്ക് ആഞ്ഞു തുള്ളുന്നതും ഉറഞ്ഞാടുന്നതും ഉരിയാടുന്നതും ഒക്കെ. ദ്രാവിഡ സമൂഹത്തിലെ പ്രത്യേക ജാതിക്കാർക്ക് മാത്രമേ തെയ്യം കെട്ടാൻ അവകാശമുള്ളൂ. വണ്ണാൻ, മലയൻ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ, കോപ്പാളൻ, പുലയൻ, പറയർ, കളനാടി, പെരുമണ്ണാൻ, ബമ്പത്തര്, പരവര് എന്നീ സമുദായക്കാരാണവർ. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ദുർഗ, കാളി, ശിവൻ തുടങ്ങിയ ദേവതകളുടെ അംശങ്ങളോ അല്ലെങ്കിൽ രൂപഭാവങ്ങളോ ആണ് കൂടുതൽ തെയ്യങ്ങളും. തുലാപ്പത്തായാൽ പിന്നെ കോരാപ്പുഴ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തെ തെയ്യക്കാവുകളിൽ പിന്നെ കളിയാട്ടക്കാലം. കാലവർഷം പെയ്തു നിറഞ്ഞ പച്ച പുതച്ച കാവുകളിൽ
കവൾ ചോപ്പിക്കാൻ ചായില്യവും മേനേലയും തേച്ച് തെയ്യങ്ങൾ ഇറങ്ങുകയായി. മുന്നിൽ നിന്ന് കരയുന്നവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ കരം പിടിച്ച് അവന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനു വേണ്ട പരിഹാരങ്ങൾ പറയാൻ തെയ്യങ്ങൾ ഇറങ്ങുകയായി. തിരസ്കരിക്കപ്പെട്ടവരുടെ ഉയർപ്പാണ് തെയ്യങ്ങളിലെങ്ങും കാണാൻ കഴിയുന്നത്. മൂത്താർമടി കുടകരുടെ വള്ളപ്പടയിൽ ആയുധമില്ലാതെ ചെന്ന് കീഴ്പ്പെട്ട് 108 കഷ്ണങ്ങളായി കൊത്തിപ്പോയ മാങ്ങാട്ട് മന്ദപ്പനും അപവാദത്തിൽ എരിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തിയ മുചിരോട്ടമിയും ചിതയിൽ തോറ്റ് ജീവൻ വിളഞ്ഞ ബാലിയും ഇവിടെ ദൈവക്കരുവായി മാറുകയാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടവൻ ദൈവമായി മാറി തോറ്റുപോയവന്റെ കണ്ണീരൊക്കുന്നു. പുറം ലോകത്തിന്റെ ജാതിമതഭേദങ്ങളുടെ വേലിക്കെട്ടുകളും തെയ്യക്കാവുകളിൽ പൊളിഞ്ഞു വീഴുന്നു. ദൈവക്കരുവായി മാറിയവരിൽ എല്ലാവരുമുണ്ട്. മുന്നിൽ വന്ന് കുമ്പിടുന്നവർക്ക് ജാതിയിൽ മുൻപിരുന്നോ പിൻപിരുന്നോ എന്ന് വേർതിരിവില്ല തെയ്യങ്ങൾക്ക്. ഒരു തെയ്യക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾ തെയ്യം കെട്ടുന്നതിന് ഏകദേശം കുറച്ച് ദിവസം മുമ്പെങ്കിലും അതിനൊരു തീയതിയുണ്ട്. അയാൾ വ്രതമെടുക്കുന്ന സമയത്ത് അവരുടെ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവർ അനുഷ്ഠാനങ്ങളിലൂടെയും മൂലമന്ത്രാദികളുടെയും കർമ്മം ചെയ്ത് തെയ്യം കെട്ടിയാടുന്ന ദിവസം തെയ്യത്തിന്റെ തിരുമുടി അവർ കെട്ടിയാടുന്ന ദൈവത്തിന്റെ തിരുമുടി ശിരസിലേക്ക് കയറ്റുന്നതിനൊപ്പം ദൈവത്തിന്റെ ശക്തിയും ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് അങ്ങനെ അത് ദൈവമായി മാറുകയാണ് ചെയ്യുന്നത്. തെയ്യങ്ങളുടെ കാര്യങ്ങളോ കഥകളോ കവിതകളോ ഐതിഹ്യങ്ങളോ അറിവുകളോ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പറഞ്ഞാൽ തീരാത്തരയോ കാര്യങ്ങൾ തെയ്യങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതൊന്നും പറയാനൊന്നും സമയം അനുവദിക്കുന്നില്ല. തെയ്യങ്ങൾ ഒരു ഭക്തന് അനുഗ്രഹം കൊടുക്കുന്നതിലുപരി ഒരു തെയ്യക്കലാകാരൻ്റെ ഉപജീവന മാർഗം കൂടിയാണ്. കോവിഡ് മഹാമാരി കാരണം ഇന്ന് തെയ്യങ്ങളും കാവുകളും തെയ്യക്കാലമായിട്ട് പോലും ഇനിയും ഉണർന്നിട്ടില്ല. എത്രയെത്ര തെയ്യക്കലാകാരന്മാരുടെ ജീവിതം കഷ്ടത്തിലാണ്. കേരളത്തിൻ്റെയും തെയ്യക്കലാകാരന്മാരുടെയും ഒക്കെ നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന കേരകേദാരഭൂമി, ഹരിതാപമായ വയലേലകൾ, മലയാളിയുടെ അഭിമാനമായ കൊയ്ത്തുത്സവം തിരുവോണം, ഒരുമയുടെ സന്ദേശം ആഹ്വാനം ചെയ്യുന്ന മഹോത്സവം, കുത്തരിച്ചേറും അനേകം വിഭവങ്ങളുമായുള്ള ഓണസദ്യ, പാചകകലയുടെ ഉത്തമ ദർശനം. എന്നാൽ ഓണത്തിന്റെ മുഖച്ഛായയും ഇന്ന് മാറിയിരിക്കുന്നു. മലരോട പാട്ട് മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേ തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാളിരാവ് മനസാരിരാവ് മലയാള ചുണ്ടിൽ മാർച്ചും ഏപ്രിലും ലോക്ക്ഡൌണിൽ പോയി, മെയ് മാസം മുതൽ ഇളവുകൾ കിട്ടി. മാർച്ചും ഏപ്രിലും ലോക്ക്ഡൌണിൽ പോയി, മെയ് മാസം മുതൽ ഇളവുകൾ കിട്ടി. ക്ലാസുകളെല്ലാം ഓൺലൈനായി, കുട്ടികളെല്ലാം ഫോണിലുമായി. ക്ലാസുകളെല്ലാം ഓൺലൈനായി, കുട്ടികളെല്ലാം ഫോണിലുമായി. കണ്ണിനു മൊത്തം പ്രശ്നവുമായി, കുട്ടികളെല്ലാം 3Dയുമായി. കണ്ണിനു മൊത്തം പ്രശ്നവുമായി, കുട്ടികളെല്ലാം 3Dയുമായി. മഹാബലി മന്നൻ വരുന്ന കാലം കുട്ടികൾ പൂക്കളിറുത്തു തുടങ്ങി. മഹാബലി മന്നൻ വരുന്ന കാലം കുട്ടികൾ പൂക്കളിറുത്തു തുടങ്ങി. കൊറോണക്കാലം വീട്ടിലിരുന്നു ഓണ
ഓണത്തപ്പനെ വരവേൽപ്പായി. വീട്ടിൽ നട്ടു വളർത്തിയ ചെടിയുടെ പൂക്കളിറുത്തു പൂക്കളമിട്ടു. വീട്ടിൽ നട്ടു വളർത്തിയ ചെടിയുടെ പൂക്കളിറുത്തു പൂക്കളമിട്ടു. മാസ്ക് ധരിച്ച് അകലം പാലിച്ച് കുടുംബാംഗങ്ങൾ ഒത്തും കൂടി. മാസ്ക് ധരിച്ച് അകലം പാലിച്ച് കുടുംബാംഗങ്ങൾ ഒത്തും കൂടി. വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും. വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ കൂട്ടിക്കൂട്ടി നല്ലൊരു ഓണസദ്യയൊരുക്കി. എല്ലാം തന്നെ കൂട്ടിക്കൂട്ടി നല്ലൊരു ഓണസദ്യയൊരുക്കി. വീട്ടിൽ തന്നെ തുന്നിയെടുത്ത പുതുവസ്ത്രങ്ങൾ ധരിക്കുകയായി. വീട്ടിൽ തന്നെ തുന്നിയെടുത്ത പുതുവസ്ത്രങ്ങൾ ധരിക്കുകയായി. സാമ്പാർ, തോരൻ, പച്ചടി, കിച്ചടി, അവിയലും കൂട്ടുകറിയും കൂടി. സാമ്പാർ, തോരൻ, പച്ചടി, കിച്ചടി, അവിയലും കൂട്ടുകറിയും കൂടി. പപ്പടവും നാരങ്ങാക്കറിയും ഉപ്പേരിയും പഴവും കൂടി. പപ്പടവും നാരങ്ങാക്കറിയും ഉപ്പേരിയും പഴവും കൂടി. കൂടെ പാലട പ്രഥമനും കൂടി നല്ലൊരു ഓണസദ്യയൊരുങ്ങി. കൂടെ പാലട പ്രഥമനും കൂടി നല്ലൊരു ഓണസദ്യയൊരുങ്ങി. അങ്ങനെ നമ്മുടെ കേരള നാട് കൊറോണയിൽ നിന്നും മുക്തി നേടട്ടെ. അങ്ങനെ നമ്മുടെ കേരള നാട് കൊറോണയിൽ നിന്നും മുക്തി നേടട്ടെ. നിറപ്പകിട്ടാർന്ന വേഷവിധാനത്താലും നാം സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. പരിശുദ്ധിയും ലാളിത്യവും തുളുമ്പുന്നതാണല്ലോ നമ്മുടെ വസ്ത്രധാരണ രീതി. എന്ന ചൊല്ലുപോലെ മലയാളത്തിന്റെ ഭാഷാഭേദങ്ങൾ വൈവിധ്യം നിറഞ്ഞതാണ്. മലയാളിയുടെ തനിമയും ലാളിത്യവും പ്രകടമാകുന്നതാണത്. ചില പ്രാദേശിക ഭേദങ്ങൾ നമുക്ക് ആസ്വദിക്കാം. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. എറണാകുളത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ അവിടുത്തെ നാടിനെയും അവിടുത്തെ ഭാഷയൊക്കെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, എറണാകുളം കൊച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലോട്ട് ഓടിയെത്തുക കൊച്ചി മെട്രോ ആണ്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ സർവീസ് കൊച്ചിക്ക് സ്വന്തം. വളരെ അഭിമാനകരമായൊരു നിമിഷമായിരുന്നു കൊച്ചി എറണാകുളം താമസിക്കുന്ന എല്ലാവർക്കും. പിന്നെ മെട്രോ മാത്രമല്ല, ഒരുപാട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുള്ള വളരെ മനോഹരമായൊരു നഗരമാണ് കൊച്ചി. ബോൾഗാട്ടി പാലസ്, ഹിൽ പാലസ്, പോർട്ട് ജെട്ടി, മറൈൻ ഡ്രൈവ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല അറബിക്കടലിൻ്റെ റാണി എന്ന വിശേഷണം ഉൾക്കൊള്ളുന്ന ഒരു നഗരം കൂടിയാണ് കൊച്ചി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സോളാർ നിർമ്മിതമായ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് അഥവാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ, അതും നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്താണ്. ഒരുപാട്
അധികം പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരിടം കൂടിയാണ് എറണാകുളം. മഹാരാജാസ് കോളേജ്, സെൻറ്റ് തെരേസസ് കോളേജ്, RLV കോളേജ്, അങ്ങനെ കലാ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് പ്രമുഖർ നമുക്ക് അറിയാവുന്നു. സൂചിപ്പിച്ചിരുന്നു, ഭാഷ, മലയാള ഭാഷ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് കണ്ണൂർ വന്ന് താമസിച്ചു എന്നുള്ളൊരു എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇവിടുത്തെയും ഭാഷകൾ തമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും വസ്തുക്കളുടെ പേരുകളാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ചെറുതൊന്നുമല്ല, അതൊക്കെ വളരെ വലിയ വ്യത്യാസങ്ങളായിരുന്നു. ഇവർ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് വേറെ അർത്ഥമുള്ളവയായിരുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവർക്കും വേറെ അർത്ഥമുള്ളവയായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി, അത് അച്ചടി ഭാഷയുടെ മഹത്വം. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നാലും വളരെ രസകരമായ രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് കേട്ടോ കണ്ണൂരുകാർ. പറഞ്ഞത് മറ്റൊരു നാടിനെയോ അവിടുത്തെ സംസ്കാരത്തെയോ അവരുടെ ഭാഷയോ ഒന്നും അടിച്ചമർത്താനോ കുറ്റപ്പെടുത്താനോ അല്ല. എൻ്റെ നാടിനെയും അവിടുത്തെ ഭാഷയെയും അവിടുത്തെ കുറച്ച് വ്യത്യസ്തകളെയൊക്കെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് വിനിയോഗിച്ചു. അത്രയേ ഉള്ളൂ. നന്ദി. നമസ്കാരം, എന്റെ പേര് സാനിയ. ഈ വന്നിരിക്കുന്ന കേരള പിറവിദിനത്തില് എന്റെ ചങ്ങായി ശ്രീലക്ഷ്മി എറണാകുളം ജില്ലയെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞല്ലേ. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാന്ന്. അപ്പൊ പറഞ്ഞു വരുവാണെങ്കിൽ തിറകളുടെയും തറികളുടെയും നാട് എന്നാണ് ലോകം മൊത്തം പ്രശസ്തമായിട്ടുള്ളത്. പക്ഷെങ്കില് ഞാൻ പറയട്ടെ, ഇതിനേക്കാളും വേറെ എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ജില്ലയിൽ നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഭക്ഷണത്തിനെ പറ്റി പറയണോ, അയ്യോ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി, അത് കേരളത്തിൽ മാത്രമല്ല ലോകം മൊത്തം പ്രശസ്തമാണ് അല്ലെ. ഇത് കഴിക്കാത്ത ഒരു കണ്ണൂരുകാരും പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. പിന്നെ ആണെങ്കിലോ കേരളത്തിലെ വലുപ്പത്തിലെ 5ാമതാണ് നമ്മുടെ ജില്ല. പറഞ്ഞു വരുവാണെങ്കിൽ മലബാർ തന്നെ ഏറ്റവും വലിയ പ്രശസ്തമായ ഒരു ക്ഷേത്രം, അതെ പറശ്ശിനിക്കടവ്. അതായത് ഹിന്ദു അമ്പലങ്ങൾ മാത്രമല്ല, മുസ്ലിം ആരാധനാലയങ്ങളായാലും ക്രിസ്ത്യൻ ഉത്സവങ്ങളായാലും എല്ലാം തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ കണ്ണൂരുകാർ ആഘോഷിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ശ്രദ്ധേയമായ കുറെ കാര്യങ്ങളാണ്. പിന്നെ ആണെന്നുണ്ടല്ലോ നമ്മുടെ കണ്ണൂരുകാര് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് അറിയുന്നത്. എന്നാലും ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. എന്താ വെച്ചാല് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാന്നറിയോ? AK ഗോപാലൻ, നമ്മുടെ സ്വന്തം AKG. അദ്ദേഹം ജനിച്ചത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായതും നമ്മുടെ കണ്ണൂർ ജില്ലയാണ്. ഇപ്പൊ നിലവിലുള്ള പിണറായി വിജയൻ ആയിക്കോട്ടെ, അദ്ദേഹവും ഒരു കണ്ണൂരുകാരനാണ്. ഇതിന്റെ പറയാനാണെന്നുണ്ടല്ലോ ഇനിയും കുറെ നിങ്ങളോട് പറയാനുണ്ട്. കണ്ണൂർ കാസർഗോഡ് അതിർത്തിയിലുള്ള മുഴപ്പിലങ്ങാട് ബീച്ച്, അതെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അവിടെ പോകാത്ത ഒരു കണ്ണൂരുകാരും പോലും ഉണ്ടാവില്ല, അതൊരു സത്യമാണ്. പിന്നെ ആണെങ്കിലോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല കണ്ണൂർ ജില്ലയാണ്. ഈ അടുത്തുണ്ടായ കുറെ വികസനങ്ങൾ സംഭവിച്ചു, എയർപോർട്ട് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇതിന്റെ പറയാനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ കണ്ണൂർ ജില്ലയെ പറ്റി ഇനിയും കുറെ പറയാനുണ്ടാവും. ഇന്നൊന്നും ഇനി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഞാൻ എന്റെ വാക്കുകളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ദേവികയല്ലേ? ഞാൻ തനുശ്രീയാണ് കേട്ടാ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. പഠിപ്പെല്ലാം എങ്ങനെ പോന്ന്? ഓൺലൈൻ ക്ലാസ് അല്ലേ അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സല്ലോ? നല്ല തന്നെയാ? എന്തെങ്കിലും മനസ്സിലാവുന്നല്ലോ ഉണ്ടാ? എക്സാം എല്ലാം ഉണ്ടാവലുണ്ടാ? നമ്മക്കിപ്പം നവംബറിൽ എക്സാം തുടങ്ങുവപ്പാ. ഇങ്ങനെയാണെങ്കിലും സ്കൂളൊന്നും തുറക്കുന്നു തോന്നില്ല. വീട്ടിലിരുന്ന് മതിയായി. ഏടിയും പോവാനും കഴിയുന്നില്ല. ഒരു മംഗലും ഇല്ല, ഒരു കുടിയലും ഇല്ല, ഒരു പിള്ളമാരെ കാണാനും കഴിയുന്നില്ല. ഇവിടത്തെ വളപ്പെന്ന് കളിക്കുന്ന പിള്ളേരെല്ലാം പോലീസ് ഓടിക്കലാപ്പാ. അതുകൊണ്ട് ഞാനും കുട്ടു പാത്തുനിന്നാണ് ക്രിക്കറ്റു ഷട്ടിലെല്ലാം കളിക്കല്. പിന്നെന്നാ വേണ്ടത്? ഈ ബൗസുള്ള ഒരു കൊറോണയും കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നപ്പാ. ടിവിയും കണ്ട് മതിയായി. ഒരു നല്ല സിനിമയെല്ലാം വേണ്ടേ? കണ്ട സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കാനും കഴിയില്ല. വന്നത് തന്നെയല്ലേ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബൗസുള്ള കൊറോണനെ ആരാമോ കണ്ടുപിടിച്ചിന്.
ഒരു ഡ്രസ്സും എടുക്കാൻ, ഒരു നല്ല ഷോപ്പിങ്ങിന് പോകാനും കഴിയുന്നില്ല. ആരൊരു ഡ്രസ്സും എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ പറ്റും കാര്യമില്ലപ്പം ഡ്രസ്സെല്ലാം എടുത്തിട്ട് എവിടെ പോകാനാ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ആന്ന് വെറുതെ പൈസ ഇങ്ങനെ കളയല്ലേ. ഈടെയെല്ലാം കൊറോണയാന്നപ്പാ, അതുകൊണ്ട് വായനശാലയിൽ പോയിട്ടൊരു ബുക്കും എടുക്കാൻ കഴിയുന്നില്ല. ഡാൻസ് ക്ലാസ്സും ഇല്ല, പാട്ട് ക്ലാസ്സും ഇല്ല. നമുക്കാണെങ്കിൽ ഡാൻസിന്റെ ഓൺലൈൻ ക്ലാസ്സും തുടങ്ങിയില്ല. അമ്മയാണെങ്കിൽ എപ്പോഴും പഠിക്ക് 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 എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കേട്ട് കേട്ട് പിരാന്തായി. വേറൊന്നുമില്ലല്ലോ. എന്നാ ശരി. എല്ലാവരും ചോദിച്ചെന്ന് പറഞ്ഞേ. നമസ്കാരം, ഞാൻ തീർത്ഥ MP. കേരളത്തിലെ മാതൃഭാഷയാണ് മലയാളം. പക്ഷേ ഈ കേരളത്തിലെ 14 ജില്ലകളിലും സംസാരിക്കുന്ന മലയാള ഭാഷയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ എല്ലാവരും പറയും കണ്ണൂരിൻ്റെ ഭാഷയും കാസർഗോഡിൻ്റെ ഭാഷയും ഒക്കെ ഒരേതുപോലെയാണ്. പക്ഷെ അതിൻ്റെ അകത്തും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ പപ്പക്കായ് പപ്പായ, പപ്പക്കായ് എന്ന് വെച്ചാൽ പപ്പായ, പപ്പായക്ക് കണ്ണൂരിൽ കർമൂസ എന്ന് പറയും. പക്ഷേ അത് കാസർഗോഡിൽ ബപ്പങ്ങ എന്നാണ് പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് AC ഓഫാക്കൂ എനിക്ക് തണുക്കുന്നു എന്നൊരാൾ പറയും. അത് കണ്ണൂർ ഭാഷയിൽ പറയുമ്പോഴോ AC ഓഫാക്കി എനിക്ക് ചീതം പിടിക്കുന്നു. അത് കാസർഗോഡ് ഭാഷയിൽ പറയുമ്പോൾ AC ഓഫാക്കി എനിക്ക് ചളിക്കുന്നു. അതാണ് പറഞ്ഞത്. തണുക്കുന്നുള്ള എന്ന വേർഡിന് കണ്ണൂരിൽ ചീതം പിടിക്കുന്നു, പക്ഷേ കാസർഗോഡിൽ ചളിക്കുന്നു. ഇനി നമ്മൾ തൃശ്ശൂരും കണ്ണൂരുമായിട്ടുള്ള നോക്കാം. നമ്മളിപ്പോൾ മോനെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് കണ്ണൂർ ചോദിക്കുമ്പോൾ എൻ്റെ ചക്ക നീ ചോറ് കഴിച്ചാടാ എന്ന് ചോദിക്കും. അതേ സംഭാഷണം നമ്മൾ തൃശ്ശൂർ പറയുമ്പോൾ എന്തിട്ടാ കടിയേ നീ ചോറുണ്ടാ എന്ന് ചോദിക്കും. അതാണ് കഴിക്കുക എന്ന വീടിനെ കണ്ണൂരിൽ ഉപയോഗിച്ചോ എന്നും അതേസമയം തൃശ്ശൂരിൽ ഉണ്ടോ എന്നുമാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരം കോട്ടയം നോക്കാം. തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ മോനെ തോട്ടിൽ കുറച്ച് വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരക്കാർ പറയും മോനെ കാട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടാടേ എന്ന് പറയും. അതേസമയം നമ്മൾ കോട്ടയത്ത് ചോദിക്കുമ്പോഴോ മോനെ തോട്ടിൽ വെള്ളം ഉണ്ടോ, എന്നാന്നേ തോട്ടിൽ വെള്ളം ഉണ്ടാ എന്ന് പറയും. അത് പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഇച്ചിരി നാരങ്ങ വെള്ളം എടുക്കട്ടെ മോനെ, ഇച്ചിരി നാരങ്ങ വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കും. അത് തിരുവനന്തപുരംകാർ ചോദിക്കുന്നത് അപ്പം എല്ലാം ബോഞ്ചി വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കും. ഈ നാരങ്ങ വെള്ളത്തിനാണ് അവർ ബോഞ്ചി വെള്ളം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് തൃശ്ശൂരും കണ്ണൂരും കാസർഗോഡ് കോട്ടയം എന്നിവയൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ കോട്ടയത്ത് അപ്പച്ചൻ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. അത് കോട്ടയംകാർ ഇപ്പോൾ എങ്ങനെ ചോദിക്കും, എന്നാ അപ്പച്ചൻ എന്നാ വേണ്ടേ എന്ന് ചോദിക്കും. അതുപോലെയാണ് ഓരോ ജില്ലകളിലും മലയാളം സംസാരിക്കുന്ന ഭാഷയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേരളപ്പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം. ആംഗലേയ ഭാഷയുടെ ആധിപത്യം അമ്മ മലയാളത്തെ തളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി മലയാള തറവാട്ടിൻ മുറ്റത്ത് നർത്തനമാടുന്ന കാവ്യ കൈരളി, മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകൾ, വാമൊഴി വഴക്കത്തിന്റെ സുന്ദര മാതൃക, കൃഷ്ണപ്പാട്ടും കിളിപ്പാട്ടും തുള്ളൽപ്പാട്ടും മലയാളത്തിന് സമ്മാനിച്ച കവി വര്യന്മാർ, തുടർന്നിങ്ങോട്ട് സർഗാത്മകതയുടെ പ്രവാഹം തന്നെ സൃഷ്ടിച്ച അനേകം സാഹിത്യകാരന്മാർ, ലോക സാഹിത്യത്തിലേക്ക് തന്നെ വിവർത്തനം ചെയ്ത എത്രയെത്ര കൃതി. നമ്മൾ നന്നാവുവാൻ ഇതെന്തു നല്ലു, നല്ലൊരു ചൂല് മനസ്സിൽ നെല്ലു. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. വരൂ നമുക്കൊരു ലോകം പണിയാം. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം.
നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്നു കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. പീലി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ. പീലി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ. കേളികൊട്ടിലുയരുന്നു കഥകളി കേളി ദേശാന്തരങ്ങളിൽ. ഓ സത്യധർമ്മകേദാരമേ, സത്യധർമ്മകേദാരമേ. സ്നേഹസദനമായി മെൽകനീ, സ്നേഹസദനമായി മെൽകനീ, സ്നേഹസദനമായി മെൽകനീ, സ്നേഹസദനമായി മെൽകനീ. സഹ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെൻ്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. താരാരോ താരികം 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 താരാരോ. സൂര്യനുദിച്ചു കണ്ടേ താരികം താരാരോ, നേരം പുലർന്നു പോയേ താരികം താരാരോ. ഒരു പീടി ഞാറെടുത്തേ താരികം താരാരോ, നട്ടിട്ടും തീരുന്നില്ലേ താരികം താരാരോ. ആദ്യത്തെ കതിരു നോക്കിയേ താരികം താരാരോ, ആദ്യത്തെ കതിരു കണ്ടേ താരികം താരാരോ. താരികം താരാരോ താരികം താരാരോ താരികം താരാരോ താരികം താരാരോ. ദൈവത്തിൻ കൈപിടിച്ചേ താരികം താരാരോ, തമ്പുരാൻ വന്നല്ലോ താരികം താരാരോ. നട്ടിട്ടും തീരുന്നില്ലേ താരികം താരാരോ, മീനി തളർന്നു പോയേ താരികം താരാരോ. മാനം കറുത്തു പോയേ താരികം താരാരോ, മാരി ചൊരിഞ്ഞു നിന്നേ താരികം താരാരോ. താരികം താരാരോ 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 താരികം താരാരോ. കൊച്ചു കൈരളി നീരമ്യഭൂമി സഹ്യസാനുവിൽ നിന്ദൃശ്യകലാഭംഗി ആസ്വദിച്ചു മതിവരുവാൻ എത്ര വത്സരങ്ങൾ, ആസ്വദിച്ചു വന്നടയാൻ എത്ര ശരഭങ്ങൾ. കൊച്ചു കൈരളി നീരമ്യഭൂമി
ജീവൻ തുടിക്കുന്ന നിരവധി ചിത്രങ്ങൾ. സിനിമാ രംഗത്തെ മഹത് സാന്നിധ്യങ്ങളും നിരവധിയാണ്. വിണ്ണിലെ താരങ്ങൾ മണ്ണിലേക്കിറങ്ങി വന്ന് മിന്നിത്തിളങ്ങുന്നത് പോലെ അഭ്രപാളിയിലെത്തിയ നിത്യഹരിത നായിക നായകന്മാർ. സംഗീത ലോകത്ത് പേരും പെരുമയും നൽകിയ ഗാനഗന്ധർവനും ഗാനകോകിലവും. എണ്ണിയാൽ തീരാത്ത ആഘോഷങ്ങളും ഉത്സവങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മലനാട്. തൃശൂർ പൂരത്തിന്റെ ആരവവും ജലോത്സവത്തിന്റെ പെരുമയും നമുക്ക് ആവേശം പകരുന്നതാണ്. സാന്ദീപനെ ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖി സാരനായ ഭാവാനൊന്നും മറന്നില്ലല്ലേ. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു ഗുരുപത്നി നിയോഗേന കാതാച്ചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പൂക്കിന്തനമോടിച്ചു കെട്ടിവച്ചതും ആരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൂടും കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതു മുഷപ്പോളം തകർത്തതു ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതേതേതു. ചരിത്രമുറങ്ങുന്ന അനേകം കോട്ടകൾ, വർണ്ണ കാഴ്ചകൾ ഒരുക്കുന്ന മലനിരകൾ, വെൺമുത്തു ചിതറുന്ന വെള്ളച്ചാട്ടങ്ങൾ, സഞ്ചാരികളുടെ പറുദീസയാകുന്ന കേരള ഭൂമിയിൽ ജനിച്ച നാം ഭാഗ്യവാന്മാർ തന്നെ. ശ്യാമ സുന്ദര കിരകിദാര ഭൂമി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി ഇതു ശ്യാമ സുന്ദര കിരകിദാര ഭൂമി മാനവർക്കു സമത നൽകിയ മവലി തൻ ഭൂമി മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി തന്ദാനാനേ 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 ഓ തന്ദാനാനേ 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 ഓ
സാഹിത്യ ഗുഗിലഗീതം വിവിധ ജാതി മത വംശഗ സഹചരീ പുലനായി വിവിധ ജാതി മത വംശഗ സഹചരീ പുലനായി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി താളമേള വാദ്യനാടം സാഹിത്യ ഗുഗിലഗീതം വിവിധ ജാതി മത വംശഗ സഹചരീ പുലനായി നവയുഗത്തിന് പൊൻപ്രതീരുകൾ വിളയിച്ചിടും ഭൂമി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി ശ്യാമ സുന്ദര കിരകിദാര ഭൂമി. വികസനത്തിന്റെ കുതിപ്പിലാണ് നമ്മുടെ കൊച്ചു കേരളം. എന്നാൽ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നമ്മുടെ കൈരളിക്ക് പറയാൻ കഥന കഥകൾ ഏറെയുണ്ട്. പശ്ചിമഘട്ടവും അറബിക്കടലും കൊണ്ട് വലയം ചെയ്ത് രക്ഷിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഒരു കാലഘട്ടം വരെ പ്രകൃതി ദുരന്തങ്ങളെ ഭയന്നിരുന്നില്ല. എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നാം കൈകടത്തിയതോടെ പ്രളയവും വരൾച്ചയും ഇന്ന് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കോവിഡ് എന്ന മഹാമാരിയും ഇന്ന് തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത സന്ദർഭത്തിൽ നമ്മുടെ നിയമപാലകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അക്ഷീണ പരിശ്രമങ്ങൾ നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആത്മീയതയിലൂടെ നമ്മെ നന്മയിലേക്ക് നയിച്ച ശങ്കരാചാര്യർക്കും ജാതി കോമരങ്ങളെ കെട്ടുകെട്ടിക്കാൻ ശ്രമിച്ച ഗുരുവിനും ജന്മം നൽകിയ കൈരളിയുടെ മണ്ണിൽ ഇന്ന് അനീതിക്കും അക്രമത്തിനും ഒട്ടും കുറവില്ല. കൈരളിക്ക് വന്ന കളങ്കങ്ങൾക്ക് കാരണം നാം തന്നെയാണല്ലോ. പ്രകൃതി ദുരന്തങ്ങൾക്കൊപ്പം അക്രമങ്ങളും വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണർന്നു പ്രവർത്തിക്കാം. മാരിയും പേമാരിയും മടങ്ങി നന്മയും സമാധാനവും വിളയാടുന്ന കേരള നാടിനായി നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം.